+2 കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഐസറിലേക്ക് പോകുന്ന ഒരു കുട്ടി നെക്സ്റ്റ് ഡേ തൊട്ട് PhD ലെവലിൽ റിസർച്ച് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഒരു സാധാരണ കോളേജും ഐസറും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഒരു സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു കോളേജിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ബേസിക് ആയിട്ടുള്ള ലാബ് ഉണ്ടായിരിക്കും ആൻഡ് എക്സാംസ് ഉണ്ടായിരിക്കും. പക്ഷെ ഐസറിലേക്ക് വരുമ്പം ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സയന്റിസ്റ്റിന്റെ അണ്ടറിൽ ഒരു PhD സ്റ്റുഡന്റിന്റെ പോലെ നമുക്ക് റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഒരുപാട് സയന്റിസ്റ്റുകളും PhD സ്റ്റുഡൻസും ആയിട്ടുള്ള നെറ്റ്വർക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പുതിയ പുതിയ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സയൻസിന്റെ എല്ലാ ഫങ്ഷൻസും എല്ലാ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യും. ഈവൻ ചില സ്റ്റുഡൻസ് റിസർച്ച് പേപ്പർ പോലും അണ്ടർ ഗ്രാജുവേഷന്റെ സമയത്ത് പബ്ലിഷ് ചെയ്യും. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും എത്താറുണ്ട്. അങ്ങനെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ പേപ്പർ എല്ലാം പബ്ലിഷ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് പ്രിൻസ്റ്റണില് ഒരു നോബൽ ലോറേറ്റിന്റെ കൂടെ വർക്ക് ചെയ്ത ആൽഫി ബെന്നിയുടെ സ്റ്റോറി നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ ഷെയർ ചെയ്തതാണ്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളത് വാച്ച് ചെയ്യുക. ട്രൂലി ഇൻസ്പിറേഷണൽ ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.